ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 2 ദിവസം ചോദ്യം ചെയ്തതിൽ നിന്നാണ് സുപ്രധാന വിവരങ്ങൾ വിജിലൻസിന് കിട്ടിയത്. ശേഖറിൻ്റേത് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ കോടികളാണ് ഓഹരി വിപണിയിൽ ഇയാൾ ഇറക്കിയത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എങ്ങനെ ഇത്രയധികം പണം വന്നു എന്നതിൽ കൃത്യമായ ഉത്തരം ശേഖറിനുണ്ടായില്ല. ED കേസിൽ പ്രതിയായ അനീഷ് ബാബുവിൻ്റെ പരാതിയിലാണ് ശേഖർ അടക്കമുള്ളവർക്കെതിരെയുള്ള കേസ്. എന്നാൽ ഈ കേസിന് പുറമെ മറ്റു കേസുകൾ ഒതുക്കാനും പണം വാങ്ങിയെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കൈക്കൂലി ഇടപാടുകളിൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായാണ് വിജിലൻസ് സംശയിക്കുന്നത്. ശേഖർ കുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾക്കൊപ്പം ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലവും കേസിൽ ഏറെ നിർണായകമായി. പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ വിവിധ ഇടനില സ്ഥാപനങ്ങൾ വഴിയാണ് കൈക്കൂലിപ്പണം പ്രതികളുടെ കയ്യിലേക്ക് എത്തിയിരുന്നത്. ശേഖർ കുമാറിനെ വീണ്ടും വിളിപ്പിക്കാനാണ് വിജിലൻസ് തീരുമാനം. കൈക്കൂലിക്കേസിൽ പണമയക്കാൻ പ്രതികൾ നിർദ്ദേശിച്ച മുംബൈയിലെ ബോറ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കേന്ദ്രീകരിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിൽ നിന്നാണ് ഇടനില സ്ഥാപനങ്ങൾ വഴിയാണ് കൈക്കൂലിപ്പണം മറഞ്ഞതെന്ന വിവരം ലഭിച്ചത്. കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ, വിൽസൺ വർഗീസ്, മുകേഷ് കുമാർ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതിൽ ED ഉദ്യോഗസ്ഥനായ ശേഖർ രഞ്ജിത്തും മുകേഷുമായി നിരവധി തവണ സംസാരിച്ചതിൻ്റെ തെളിവുകളടക്കം വിജിലൻസ് ശേഖരിച്ചിരുന്നു. കേസ് വന്നതോടെ ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റിയ ശേഖറിന് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.